എന്താ കഥ? എന്തു പറ്റി? അത് വരുൺ, ആ ജെയിൻ. ജെയിൻ അവൻ എന്ത് ചെയ്തു നിന്നെ? ഏയ് പേടിക്കണ്ട, അതിനു മുന്നേ ഗൗതം വന്നു. ഇവനിത് എന്തുദ്ദേശിച്ച നിന്റെ പിറകിലിങ്ങനെ നടക്കുന്നേ? ഇങ്ങനെ വിട്ടാ പറ്റില്ല. വരുൺ വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്. നീ മാറി നിൽക്കുക. അതെ, ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട വരുൺ. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താ ആ പോയവളുമായിട്ടൊരു കൊഞ്ചിക്കൊഴയില്? എന്റെ മേഘ, അവളെന്റെ പേയാ. നാളത്തെ മീറ്റിംഗിന്റെ കാര്യമാ സംസാരിച്ചത്. അതിനെന്തിനാ അവളെ നിന്നെ തൊട്ട് സംസാരിക്കുന്നതൊക്കെ? വെയിറ്റ്, എന്റെ ഭാര്യയ്ക്ക് ജലസ് ആണോ? ആണെന്ന് തന്നെ കൂട്ടിക്കൂ. നീ എന്റെയാണോ മാധവ്? നിങ്ങളുടെ ദേഹത്തിൽ തൊടാനും കെട്ടിപ്പിടിക്കാനും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. അതിന് വേറെ ആരെങ്കിലും ശ്രമിച്ചാൽ നിങ്ങളെയും കൊല്ലും, അവളെയും ഞാൻ കൊല്ലും. എന്റെ പൊന്നു മേഘ, നീ പറഞ്ഞ് എങ്ങോട്ടേക്ക് അറിപ്പോകുന്നേ? എനിക്കറിയാം മാധവ്, നിങ്ങളെന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചൊന്നും അല്ലല്ലോ. അപ്പൊ എന്നെക്കാളും ബെറ്റർ. നീ പുല്ലേ നിർത്തുന്നുണ്ടോ? നീ കുറെ ആയല്ലോ തുടങ്ങിയിട്ട്. നീ എന്തിനാ ഇപ്പൊ എന്നെ വഴക്ക് പറയുന്നേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മാധവ്. നിനക്ക് എന്ത് മനസ്സിലായെന്നാടി? നിനക്കൊരു കുന്തം മനസ്സിലായിട്ടില്ല. മാധവ്, ഗാഥ മാം എന്താ? ഈ ഫയൽസ് ഗൗതം സാറിന് കൊടുക്കാൻ പറഞ്ഞു മാധവ് സാർ. ഞാനോ? അതെ മാം. ശരി, ഇങ്ങതാ. നീ എന്തിനാ ഗൗതം അവളുടെ പിറകെ ഇങ്ങനെ നടക്കുന്നേ? അവള് നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. അവളുടെ മനസ്സിൽ ആ വരുൺ മാത്രമാ. അവൾ എന്നെ സ്നേഹിക്കണ്ട, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് മതി. ഗൗതം, നീ എന്താ എന്റെ ഇഷ്ടം മനസ്സിലാകാത്തെ? ഐ ലവ് യു ഗൗതം. ഗാഥ, ഇങ്ങനെയാണോ ഒരു ക്യാബിലോട്ട് കയറി വരുന്നത്? നിനക്ക് പെർമിഷൻ ചോദിക്കാൻ അറിയില്ലേ? ഈ ക്യാബിനിൽ വരണമെങ്കിൽ എനിക്ക് അവന്റെ പെർമിഷന്റെ ആവശ്യമില്ല. ഇത് എന്റെയും കൂടെ കമ്പനിയാ. നീ എന്താ ഇവിടെ? ഞാൻ ഗൗതമിനെ കാണാൻ വന്നതാ. ഇനി മേല ഇത്രയും ക്ലോസ് ആയിട്ട് നിന്നെ ഗൗതമിന്റെ കൂടെ കണ്ടാൽ നീ എന്ത് ചെയ്യും? നീ പറഞ്ഞ അനുസരിക്കില്ല അല്ലേടി? ആ എന്റെ മുടി വിടടി എന്നെ. വിട്. എന്താ? എന്റെ പൊന്നു നിത്യ, നീ ഇപ്പൊ ഇവിടുന്ന് പോവും. കാണിച്ചു തരാടി നിനക്ക് ഞാൻ. നീ എന്താടി കാണിച്ചേ? അവളെന്നോട് ക്ലോസ് ആയ നിനക്കെന്താ? എനിക്കെന്താ? എനിക്കൊന്നുമില്ല. അപ്പൊ ഇവിടെ നീ ഇപ്പൊ കാണിച്ചു കൂട്ടിയതോ? അത് എന്നോടാരും മിണ്ടുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ, അതുപോലെ നിന്നോട് അവള് മിണ്ടുന്നത് എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. ഗൗതം, നീ എന്താ താമസിച്ചേ? അതമ്മ ഞാൻ ഫ്രഷ് ആവുമായിരുന്നു, അതാ. വാ മോനെ, ഇരിക്ക്. നിനക്ക് എന്താ വേണ്ടത്? ചോറാണോ അതോ ചപ്പാത്തിയോ? എനിക്ക് ചപ്പാത്തി മതി. പിന്നെ നാളെ നമുക്ക് എല്ലാവർക്കും കൂടി തറവാട്ടിലോട്ടൊന്ന് പോകണം. നാളെയോ? എന്താ ഗൗതം, ഞാനത് നേരത്തെ പറഞ്ഞതല്ലേ. ഞാനത് മറന്നുപോയിട്ടാടി, അതാ. ആന്റി, ഞാനും കൂടെ വരട്ടെ? ഏയ്, അതൊന്നും വേണ്ട. അല്ലേ തന്നെ നീ എന്തിനാ വരുന്നേ? നീ ഈ ഫാമിലിയിലുള്ളതല്ലോ, പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? അത് ആന്റി, നിനക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലേ? ഓ, എന്റെ അവ മുത്താണ്. അത് ആന്റി, ഞാൻ നാളെ പോകും. ഗീത മമ്മി. എന്താ മോളെ? അത് മമ്മി, എനിക്ക് നല്ല തലവേദന. യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോ കൂടിയാലോ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അയ്യോ മോളെ, നിന്നെ തനിച്ചാക്കിയിട്ട് എങ്ങനെ ഞങ്ങളെല്ലാരും പോകുന്നേ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ കൂടെ ഇവിടെ നിൽക്കാം. ഏയ്, അതൊന്നും വേണ്ട. മമ്മി ഇല്ലെങ്കില് അവരും പോകത്തില്ല. എന്തായാലും തന്നെ ഇവിടെ നിൽക്കേണ്ട, ഞാൻ മനുവിനോട് പറയാം. എല്ലാവരും ഇറങ്ങിയില്ലേ? ഗാഥ ഇതുവരെ റെഡിയായില്ല. മോനെ ഗൗതം, നീ പോയി അവളെ വിളിച്ചോണ്ട് വാ. ഞാൻ വിളിച്ചിട്ട് വരാം. ഉടുക്കാൻ അറിയാവുന്ന വല്ല ഡ്രസ്സ് ഇട്ടാ പോരെ? അതിന് നിനക്കെന്താ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഇടും. അല്ലേലും ശരീരം പുറത്ത് കാണുന്ന ഡ്രസ്സ് ഇടുന്നതാണല്ലോ നിനക്കിഷ്ടം. ചേടാ, അതിനിപ്പോ നിനക്കെന്താ? ഞാനല്ലാതെ വേറെ ആരും നിന്റെ ശരീരം കാണണ്ട. എന്താ? ഞാൻ എന്താ പറഞ്ഞതെന്ന് നീ കേട്ടല്ലോ. ഇങ്ങത്താ, ബാക്കി വേഗം ശരിയാക്ക്.
മുത്തശ്ശി, എന്റെ മക്കള് വന്നോ? യാത്രയൊക്കെ സുഖമായിരുന്നോ മോനെ? കൊച്ചുമക്കളെ കിട്ടിയപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളെ ഒന്നും വേണ്ട. ഒന്ന് പോടി കുശ്മി പാറു, എല്ലാവരും വാ. എന്തായാലും എന്റെ മനുവിനെയും മാധുവിനെയും കൂടെ കൊണ്ടുവരാമായിരുന്നു. മോൾക്ക് വയ്യാത്തതുകൊണ്ടല്ലേ അമ്മേ? ഒരു ദിവസം ഞാൻ അവർ രണ്ടുപേരെയും ഇങ്ങോട്ട് പറഞ്ഞുവിടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു മഴയത്! ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് പേടിയാകുന്നു. അയ്യോ, എന്തായാലും ഇവിടെ തന്നെ കിടക്കാൻ എനിക്ക് വയ്യ. അതെ ഗൗതം, എന്താ? ഞാനൊന്ന് ഇവിടെ കിടന്നോട്ടെ? എന്താ? പ്ലീസ് ഗൗതം, അവിടെ തനിയെ കിടക്കാൻ എനിക്ക് പേടിയായിട്ടാ. അത് മാത്രമല്ല, രാവിലെ പോകേണ്ടതല്ലേ. ഞാൻ അത്ര രാവിലെ എഴുന്നേക്കത്തൊന്നുമില്ല. പ്ലീസ്. ശരി ശരി, വന്ന് കിടക്ക്. അതെ, ഇനി എന്താ? എന്നെ ഹഗ് ചെയ്യാവോ? ഓ, ഇവള് ഇങ്ങ് വാ. മാധവ്, നീ കിടക്കുന്നില്ലേ? പുറത്ത് നല്ല മഴ, എനിക്ക് കിടക്കാൻ തോന്നില്ല. പിന്നെ നീ ഇങ്ങ് വന്നേ. മാധവ്, വേണ്ട. ഇനി എത്ര നാളെന്ന് കരുതിയ നമ്മൾ എങ്ങനെ കഴിയുന്നേ? മേഘ, ഞാൻ നിന്നെ എന്റേത് മാത്രമാക്കിക്കോട്ടെ. ഇവര് കഥ അടച്ചില്ലേ?